ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കെല്ലാം അറിയാം, നമ്മുടെ എല്ലാം വീടുകളിൽ സുലഭമായി കാണുന്ന ഒരു സാധനമാണല്ലോ കടല. ആ കടല വെച്ചിട്ടുള്ള സൂപ്പറായിട്ടൊരു വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ ഈസി ആയിട്ടാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം കണ്ട് അതിന് വേണ്ട സപ്പോർട്ടുകളെല്ലാം എനിക്ക് തരണം. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വട തയ്യാറാക്കിയെടുക്കാൻ 1.5 കപ്പ് കടലയാണ്. 6 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ അത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള നന്നായി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ഒരു 5 അല്ലി വെളുത്തുള്ളിയും ചെറിയ ഒരു ഇഞ്ചിയും അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. നമുക്കിനി കടലയൊന്ന് മിക്സിയിലിട്ടൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട. അതിനുശേഷം നമ്മുടെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാതെ നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് വടക്കൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ വേണം കടലയും നമുക്ക് അത് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള കറിവേപ്പിലയും സവാളയും ഒക്കെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ടീസ്പൂൺ പെരുംജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് വടയൊക്കെ തയ്യാറാക്കുന്നത് പോലെ നമ്മുടെ വട ഒന്ന് റെഡിയാക്കിയെടുക്കണം. ഇനി ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അരിപ്പൊടി ചേർത്തത് കൊണ്ട് നമ്മുടെ വട നല്ല ക്രിസ്പി ആയിരിക്കും. നമ്മുടെ വട റെഡി ആയി കഴിഞ്ഞു. സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ അറിയിക്കണം കമൻറ്റ് ബോക്സിലൂടെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.